എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. ഉണ്ട്. എ.കെ.എം. അഷ്റഫ്, എന്തെങ്കിലും വിവരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ അവിടുത്തെ DC-യുമായി ഡിവൈഎസ്പി ഗിരീഷുമായി സംസാരിച്ചു. ഇത് കുന്താപുരത്തിന് സമീപമാണ് ഇങ്ങനെ ഒരു ബോഡി കിട്ടിയെന്ന് അറിയുന്നത് അവരറിഞ്ഞത്. അപ്പൊ അവര് പിന്നെ പറയുന്നത് 99% അത് അർജുന്റേതല്ല എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. ഹലോ, അപ്പൊ എന്താണ് വ്യക്തമായിട്ടില്ല അല്ലേ? ഇല്ല. ഏതായാലും ഓൾറെഡി എടുത്ത DNA പരിശോധനയും കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ കോളുകളൊക്കെ വരുന്നത് കൊണ്ട് അവർ പരിശോധിക്കുന്നെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ അവിടെ മനസ്സിലാകുന്നത് നമ്മൾ ഈ 3 പേരുടെ മൃതദേഹം ലഭിക്കാനുണ്ട് ദുരന്തത്തിൽ പെട്ടത്. ഒപ്പം ഒരു മത്സ്യത്തൊഴിലാളി അവിടെ അകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം അല്ലേ? അതെ, അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ കൃത്യമായിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ടീം അവിടെ എത്തുന്നുണ്ട്. പരിശോധിച്ചിട്ട് റിപ്ലൈ തരാം. അതായത് DNA സാമ്പിൾ അടക്കം, അർജുന്റെ അനിയന്റെ DNA സാമ്പിൾ അടക്കം അവിടെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതെ അതെ, അതനുസരിച്ച് നമുക്കിത് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. അതനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതാം അല്ലേ? ശരി ശരി, നന്ദി ശ്രീ എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. മൃതദേഹം കണ്ടെത്തിയത് കടൽ തീരത്ത് നിന്നാണ്. പോലീസ് സ്ഥലത്തെത്തി